ഹലോ എവ്രി വൺ. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാലിഡോസ്കോപ്പിലെ നെക്സ്റ്റ് ചാപ്റ്റർ ഇൻ ഗ്യോട്ടോ ആൻഡ് ദ ഓൾഡ് പോണ്ട്. നമ്മൾ ഈ ഒരു പാഠഭാഗം നോക്കുന്ന സമയത്ത് വളരെ സിമ്പിളായിട്ട് 3 വരികളിൽ തന്നിട്ടുള്ള 2 കവിതകളാണ് ഈ ഒരു ഒറ്റ പാഠത്തിൽ തന്നിരിക്കുന്നത്. അതായത് ഇൻ ഗ്യോട്ടോ എന്നുള്ളത് ഒരു ഒറ്റ പോയമാണ് ആൻഡ് ദ ഓൾഡ് പോയിന്റ് എന്ന് പറയുന്നത് അടുത്തൊരു പോയമാണ്. അപ്പോൾ ഈ ഒരു ലൈൻസ് വളരെ സിമ്പിളായിട്ടാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. 3 ലൈൻസുള്ള 2 കവിതകളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നമ്മളീ ഒരു പോയം കാണുമ്പോൾ നമുക്ക് തോന്നും ചെറിയൊരു പോയമല്ലേ, പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ എന്ന് തോന്നും. പക്ഷെ അത് വെറും തോന്നലാണ്. ഇതിൽ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനും എക്സ്പ്ലനേഷനും ഒക്കെ വരുന്നുണ്ട് കേട്ടോ. ഇതിൽ നിന്ന് നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാവുന്ന കൂടിയാണ്. ഈ ഒരു പോയത്തിൽ നിന്ന് വരാവുന്ന ക്വസ്റ്റ്യൻ ആൻസേഴ്സും അതുപോലെ പോയറ്റിക് ഡിവൈസസ് ഒക്കെ ഞാൻ ഈ ഒറ്റ വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, അപ്പം നമുക്ക് നേരെ പോയത്തിലേക്ക് പോവാം. ഈ ഒരു പാഠഭാഗത്ത് നമുക്ക് 2 കവിതകൾ പഠിക്കാനുണ്ടെന്ന് ഞാൻ പറഞ്ഞു അല്ലേ. ഒന്ന് ഇൻ ഗ്യോട്ടോ ആൻഡ് ദ ഓൾഡ് പോണ്ട്. ഇത് രണ്ടും 2 കവിതകളാണ്. ഇത് രണ്ടും എഴുതിയിരിക്കുന്നത് ബാഷോ എന്ന് പറയുന്ന ഒരു റൈറ്റർ ആണ്. ഹി ഈസ് എ ജാപ്പനീസ് റൈറ്റർ ആൻഡ് എ ട്രാവലർ. ഹി ഈസ് മാസ്റ്റർ ഇൻ ഹൈക്കു ആൻഡ് ഇൻ ഇറ്റ്സ് ഡിഫറെന്റ് വേർഷൻസ്. ഇദ്ദേഹം ഒരു കാവ്യരൂപം സൃഷ്ടിച്ചിട്ടുണ്ട്. ഒരു പ്രത്യേക തരം ഒരു കാവ്യരൂപമാണ് ഈ ഒരു ഹൈക്കു എന്ന് പറയുന്നത്. എന്താണ് ഈ ഒരു ഹൈക്കു, എന്തിനാണ് ഇതിങ്ങനെ ഉണ്ടാക്കിയോണത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പൊ ആ ഒരു പേര് നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക. ഹൈക്കു എന്നുള്ള ടേം നിങ്ങൾ പഠിച്ചു വെക്കുക കേട്ടോ. ഇനി നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് എന്താണ് ഹൈക്കു. ഹൈക്കു എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതാണ് ഇനി നമ്മൾ നോക്കാൻ പോകണം. ഓക്കെ, ഹൈക്കു is a traditional Japanese poem of 17 syllables with 5 syllables in the first line, 7 in the second and 5 in the third. അതായത് 17 സിലബിൾ ഉള്ള വളരെയധികം പഴക്കമേറിയ ഒരു ജാപ്പനീസ് പോയമാണ് ഈ ഒരു ഹൈക്കു എന്ന് പറയുന്നത്. അതായത് അദ്ദേഹത്തിന്റെ കാലത്ത് അത്രയും പഴക്കമേറിയ സമയത്ത് 17 സിലബിൾസ് വെച്ചുകൊണ്ട് വെറും 3 വരികൾ ചേർത്തെഴുതി ഒരു കവിത എഴുതുന്നതിനാണ് ഈ ഒരു ഹൈക്കു എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഹൈക്കു ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മുടെ ഒരു പോയറ്റ് ആയിട്ടുള്ള ബാഷോയാണ്. ഇനി ഞാൻ പറയാൻ പോകുന്നത് എന്താണ് സിലബിൾ. സിലബിൾ എന്താണെന്ന് നിങ്ങൾക്ക് ക്ലിയർ ആവാൻ ചാൻസ് ഇല്ല. എന്താണ് സിലബിൾ എന്താണെന്ന് നമുക്ക് നോക്കാം. അതിന് മുന്നേ ഒരു ഹൈക്കൂലൊന്നും ക്ലാരിറ്റി വരാം. അതായത് ഹൈക്കു എന്ന് പറഞ്ഞാൽ 17 ലൈൻസിന് ഒരു പോയമാണിത്. ഇതിൽ 3 സ്റ്റാൻസ് ആയിട്ടുള്ള പോയാണ്. ഈ ഒരു സ്റ്റാൻസ് പറഞ്ഞാൽ അൺറൈംഡ് ആണ്. പ്രത്യേകിച്ച് റൈമിംഗ് സ്കീമോ ഒന്നുമില്ല കേട്ടോ. റൈമിംഗ് സ്കീം എന്താ നിങ്ങൾക്ക് അറിയില്ലേ? അത് AABB അങ്ങനെയുള്ള പാറ്റേൺ ഒക്കെ ഉണ്ടാവും. അങ്ങനെ പ്രത്യേകിച്ച് ഒരു പാറ്റേണും ഇല്ലാത്തൊരു പോയമാണിത്. 17 ലൈൻസ് ഉള്ളത്. ഇതിൽ 3 സെറ്റ് പാരഗ്രാഫ് പോലെയാണ് തന്നിരിക്കുന്നത്. ഒന്നാമത്തേലെ ഫസ്റ്റ് ലൈൻസിലെ 5 സിലബിൾ ആണുള്ളത്. സെക്കൻഡ് ലൈൻസിലെ 7 സിലബിൾ ആണുള്ളത്. തേർഡ് ലൈനിലെ 5 സിലബിൾസ് ആണ് ഉള്ളത്. ഇനി നമുക്ക് അടുത്ത ലൈൻ നോക്കാം. ഒറിജിനലി ഇത് ഹൈക്കു വാസ് ലിമിറ്റഡ് ടു ദ ഒബ്ജക്റ്റീവ് ഡിസ്ക്രിപ്ഷൻ ഓഫ് നേച്ചർ സജസ്റ്റീവ് ഓഫ് വൺ ഓഫ് ദ സെക്ഷൻ. ഈ 3 ഹൈക്കു എഴുതുമ്പോഴും പ്രത്യേകത എന്താണെന്ന് അറിയോ? ഈ ഒരു ഹൈക്കു എഴുതുമ്പോൾ നമ്മൾ മാക്സിമം എഴുതുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ നേച്ചറിനെ കുറിച്ചിട്ടായിരിക്കും, അല്ലെങ്കിൽ ഡിഫറെന്റ് സീസൺസിനെ കുറിച്ചായിരിക്കും, അല്ലെങ്കിൽ സമ്മർ വിന്റർ അങ്ങനെ ഏതെങ്കിലും ഒരു സീസണിനെ കുറിച്ചായിരിക്കും. അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് മെജോറിറ്റീവ്ലി ഈ ഒരു ഹൈക്കു നമ്മൾ എഴുതാറുള്ളത് കേട്ടോ. ഇനി നമുക്ക് സിലബിൾ എന്താണെന്ന് നോക്കാം. സിലബിൾ ഇസ് എ പാർട്ട് ഓഫ് വേർഡ് ദാറ്റ് കണ്ടെയ്ൻ എ സിംഗിൾ സോഴ്സ് ആൻഡ് ദാറ്റ് പ്രൊനൗൺസ്ഡ് ആസ് എ യൂണിറ്റ്. ഒരു സിംഗിൾ വൊവൽ സൗണ്ടിനാണ് നമ്മൾ സിലബിൾ എന്ന് പറയാം. വൊവൽ എന്ന് പറയുമ്പോൾ AEIOU ആ ലെറ്റേഴ്സ് നമുക്ക് അറിയില്ലേ. ഇനി അക്ഷരം മാത്രമല്ല കേട്ടോ, ഒരു പ്രൊനൗൺസിയേഷനും വരേണ്ടത് ഈ എന്നുള്ള പ്രൊനൗൺസിയേഷൻ അല്ലേ, ആ ഒരു പ്രൊനൗൺസിയേഷൻ വരണതാണ് നമ്മൾ സിലബിൾ എന്ന് പറയും. ഇനി ഞാൻ നമ്മുടെ ലൈൻസിൽ റീഡ് ചെയ്യാം. ഇൻ ക്യോട്ടോ ഹിയറിംഗ് ദ കുക്കു ഐ ലോങ് ഫോർ ഇൻക്യോട്ടോ. ഇവിടെ ഇൻക്യോട്ടോ എന്ന് പറയുന്നത് പണ്ടൊരു ക്യാപിറ്റലായിരുന്നു, പക്ഷെ ഇപ്പൊ അതൊരു സിറ്റിയാണ് കേട്ടോ. അപ്പൊ നമ്മുടെ പോയിന്റ് അവിടെ ഉണ്ട്, ഇൻക്യോട്ടോയിലാണ് ഇപ്പൊ ഉള്ളത്. ഇൻ ക്യോട്ടോ ഹിയറിംഗ് കുക്കു, അതായത് ആ ഒരു ഇൻക്യോട്ടോ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇദ്ദേഹം എന്ത് ചെയ്യാണ്, ഒരു കുക്കുവിന്റെ സൗണ്ട് കേൾക്കുകയാണ്. ഐ ലോങ് ഫോർ ക്യോട്ടോ. അപ്പൊ അദ്ദേഹത്തിന്റെ ആ ഒരു സിറ്റി താമസിക്കുന്ന സ്ഥലം ക്യോട്ടോയിൽ നിൽക്കാനുള്ള ആഗ്രഹമാണ് ഇവിടെ പറയുന്നത്. അദ്ദേഹം അവിടെ നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് ആ ഒരു ക്യോട്ടോ എന്ന് പറയുന്ന സിറ്റിയിൽ നിൽക്കാനുള്ള ഒരു ആഗ്രഹം പറയുന്നുണ്ട്. അപ്പോൾ ആകെ 3 ലൈൻസേ ഉള്ളൂ. പക്ഷേ ഈ ഒരു 3 ലൈൻസിലും ഒരു പൊരുത്തക്കേട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ? അപ്പൊ 3ാമത്തെ ലൈനിൽ പറയണത് അദ്ദേഹത്തിന് അവിടെ തന്നെ നിൽക്കാനുള്ള ഒരു ആഗ്രഹമാണ് പറയുന്നത്. ക്യോട്ടോ എന്ന് പറയുന്ന സ്ഥലത്ത് നിൽക്കാനുള്ള ഒരു ആഗ്രഹം. ലൈൻസ് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. ഇൻ ക്യോട്ടോ അദ്ദേഹം ക്യോട്ടോയിലുണ്ട്. പിന്നെ ഹിയറിംഗ് ദ കുക്കു, അദ്ദേഹം അവിടെ നിൽക്കുമ്പോൾ കുക്കുവിന്റെ സൗണ്ട് കേൾക്കുന്നുണ്ട്. ആ ഒരു സന്തോഷം അവിടെ കാണുന്നുണ്ട്. പിന്നെ 3ാമത്തെ ലൈനിൽ ഐ ലോങ് ഫോർ ക്യോട്ടോ, പിന്നീട് ആ ഒരു ക്യോട്ടോനുള്ള ഒരു ആഗ്രഹമാണ് പറയുന്നത്. അപ്പൊ അവിടെ ഓൾറെഡി ഉണ്ട്, പിന്നെ അത് ആഗ്രഹിക്കേണ്ട വല്ല കാര്യമുണ്ടോ? അതാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ലൈൻസ്. ഇവിടെ ഇൻ ക്യോട്ടോ എന്ന് പറഞ്ഞ സ്ഥലം ജപ്പാന്റെ ക്യാപിറ്റൽ ആയിട്ടുള്ള സ്ഥലമാണ്.
ഇവിടെ അദ്ദേഹം ക്യോട്ടോയിലാണ് ഓൾറെഡി ഉള്ളത്. എങ്കിൽ പോലും അദ്ദേഹത്തിന് ആ ഒരു ക്യോട്ടോ സ്ഥലത്തോടുള്ള ഒരു നൊസ്റ്റാൾജിക് അല്ലെങ്കിൽ ഒരു ഡിസയർ, ആ ഒരു കാര്യങ്ങളൊക്കെ ഭയങ്കര അധികം ഉണ്ട് എന്നാണ് പറയുന്നത്. പിന്നെ ഇതിൽ പറയുന്നത് ഒരു കുക്കുവിന്റെ വോയിസ് പറയുന്നുണ്ട്. അതൊരു ഓഡിറ്ററി ഇമേജ് ആണ് കേട്ടോ. ഈ ഒരു കുക്കു എന്ന് പറയുന്നത് ഒരു മൈഗ്രേറ്റഡ് ബേർഡ് ആണ്. ഒരു കുക്കുവിന്റെ സൗണ്ട് നല്ലൊരു സീസണിന്റെ പാസിങ്ങിനെ സിംബലൈസ് ചെയ്യുന്നുണ്ട് കേട്ടോ. നോട്ട് ചെയ്ത് വെക്കുക, 2 മാർക്കായിട്ട് ചോദിക്കും കേട്ടോ. കുക്കുവിന്റെ സൗണ്ട് ഓഡിറ്ററി ഇമേജ് ആണ്. പിന്നെ അതൊരു സീസൺ, നല്ലൊരു സീസൺ പാസ് ചെയ്യുന്നതിന്റെ ഒരു ഇമേജ് ഇത് കൂടിയാണ് കേട്ടോ. പിന്നീട് ഒരു ഹാർഷ് ആയിട്ടുള്ള ഒരു സീസണിൽ എത്തിപ്പെടുന്ന ഒരു ഇതാണ് ഈ ഒരു കുക്കുവിന്റെ സൗണ്ട് സിംബലൈസ് ചെയ്യുന്നത്. കുക്കുവിന്റെ സൗണ്ട് സിംബലൈസ് ചെയ്യുന്നത് ഒരു റിന്യൂവൽ അല്ലെങ്കിൽ ചേഞ്ച് ഓഫ് ക്ലൈമറ്റ്, ഇതൊക്കെയാണ് സിംബലൈസ് ചെയ്യുന്നത്. നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ നമ്മൾ പറഞ്ഞിരുന്നല്ലോ കുക്കുവിന്റെ സൗണ്ട് ഓഡിറ്ററി ഇമേജ് നൽകുന്നുണ്ടെന്ന്. ഇതിലൊരു ലൈൻസ് പറയുന്നുണ്ട്, ട്രാവലർ ഹു ഹിയർ ഇറ്റ്. അതായത് ട്രാവലേഴ്സ് ഈ ഒരു കുക്കുവിന്റെ സൗണ്ട് കേൾക്കുമ്പോൾ അവർക്ക് അവരുടെ വീടുമായിട്ടുള്ള നൊസ്റ്റാൾജിയ ഒക്കെ നിന്ന് കേൾക്കുന്നുണ്ട്. അതേപോലെ അദ്ദേഹം ആ ഒരു ക്യോട്ടോയിൽ നിൽക്കുമ്പോൾ എവിടേക്കോ ഒരു നൊസ്റ്റാൾജിയ അല്ലെങ്കിൽ മേ ബി ഒരു വിഷമിക്കുന്ന സാഡ് കാര്യമായിരിക്കും, നൊസ്റ്റാൾജിയ ഒരു പ്രത്യേക ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഈ ഒരു ക്യോട്ടോയോട് തോന്നുന്നുണ്ട്. അപ്പൊ ഇത്രയാണ് ഈ ഒരു ലൈൻസിൽ പറയുന്നത്. ഞാൻ അത്രയും ഇമ്പോർട്ടന്റ് ആയ കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത്, വലിച്ചു വാരിയൊന്നും ഇതിൽ പറയുന്നില്ല. ഇനി നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോവാം. ഇത്രയും ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് നെക്സ്റ്റ് ഹൈക്കു നോക്കാം. ദ ഓൾഡ് പോണ്ട്. It is a haiku poem that deals with an ancient pond and sound made by the frog that jump into it. അതായത് ഈ ഒരു ഓൾഡ് പോണ്ട് എന്ന് പറയുന്ന ഒരു പഴയൊരു പോണ്ടിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ആ ഒരു പോണ്ടിലേക്ക് ഒരു തവള ചാടുന്ന സമയത്ത് ഒരു സൗണ്ട് ഉണ്ടാകുന്നുണ്ട്. ഇതില് 3 സ്റ്റാറ്റിക് ഇമേജ് പറയുന്നുണ്ട്. 3 സ്റ്റാറ്റിക് ഇമേജ് ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെക്കേണ്ടത്. അത്ര സിമ്പിൾ ആണ്. ഒന്നാമത്തെ ഇമേജ് എന്ന് പറഞ്ഞാൽ അതായത് ഒരു ഓൾഡ് പോണ്ട്, അതായത് നിശ്ചലമായിട്ട് ശബ്ദമൊന്നുമില്ല, അതൊരു ശ്രദ്ധിക്കാത്തൊരു കുളം, ഓൾഡ് പോണ്ട്, അതാണ് ഒന്നാമത്തെ ഇമേജ്. രണ്ടാമത്തെ ഇമേജ് പറഞ്ഞാൽ ഒരു തവള അതിലേക്ക് ചാടി, അവർ ചാടുന്നതാണ്, ഒരു ഡൈനാമിക് ഇമേജ് ആണ് ഇത് രണ്ടാമത്തെ വരുന്നത്. ലാസ്റ്റ്ലി 3, അതായത് മൂന്നാമത്തെ ഇമേജ് എന്ന് പറഞ്ഞാൽ ഒരു ഓഡിറ്ററി ഇമേജ് ആണ്. എന്താണ് ഓഡിയോ അത് കേൾക്കുന്നത്, ഒരു തവള പോണ്ടിലേക്ക് ചാടുമ്പോൾ ഒരു ശബ്ദം ഉണ്ടാകണം, അതൊരു ജമ്പിങ്, ആ ഒരു സൗണ്ടാണ് ഇതിൽ പറയുന്നുണ്ട്. അതാണ് മൂന്നാമത്തെ ഇമേജ്. Lastly, there is an auditory image that presents the sound that generated from the frog jump into the pond water. അത് വെള്ളത്തിലേക്ക് തവള വീഴുമ്പോൾ ഉണ്ടാവുന്ന ശബ്ദം, അത്രേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു 3 ഇമേജാണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത്. നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. പിന്നെ ഈ ഒരു പോയം, ദ പോയം ഓപ്പൺസ് വിത്ത് ദ ഇമേജ് ഓഫ് എൻ ഓൾഡ് ഏൻഷ്യന്റ് പോണ്ട് റെപ്രസെന്റിംഗ് ദ കണ്ടിന്യൂറ്റി ഓഫ് ട്രഡീഷൻ. അതായത് പാരമ്പര്യമായിട്ട് കൈമാറുന്ന ആ ഒരു ഇതിലൊക്കെ ട്രഡീഷണൽ കാര്യങ്ങളെയാണ് ഈ ഒരു ഓൾഡ് പോണ്ട് കാട്ടുന്നത് കേട്ടോ. ദ പോയം ഓപ്പൺ ദ ഇമേജ് ഓഫ് ഓൾഡ് ഏൻഷ്യന്റ് പോണ്ട് റെപ്രസെൻറ്റേറ്റിംഗ് ദ കണ്ടിന്യൂറ്റി ഓഫ് ട്രഡീഷൻ. ആ ഒരു ട്രഡീഷൻ കൈമാറി വരുന്ന ഒരു തലമുറയുടെ ട്രഡീഷനാണ് ഈ ഒരു ഓൾഡ് പോണ്ട് സിംബലൈസ് ചെയ്യുന്നത് കേട്ടോ. പിന്നീട് ആ ഒരു ട്രഡീഷൻ ഒരു പോണ്ടിലേക്ക് തവള എടുത്ത് ചാടുമ്പോൾ എന്താണ് ഉണ്ടാവുന്നത്, ഒരു ട്രഡീഷൻ ബ്രേക്ക് ആയി പോവാണ്. ദ ഫ്രോഗ് ജമ്പിങ് ഇൻ ടു ദ വാട്ടർ ആൻഡ് ഡിസ്ട്രിബ്യൂട്ടിംഗ് ഓഫ് ദ പീസ് ഓഫ് പോണ്ട് ഇൻഡിക്കേറ്റ്സ് എ ബ്രേക്ക് ഓഫ് ട്രഡീഷൻ. അങ്ങനെ ഒരു പാരമ്പര്യം, ഒരു ബ്രേക്ക് വരികയാണ് ചെയ്യുന്നത്, കണ്ടിന്യൂറ്റി ഇല്ലാതെ ആവുകയാണ്. ഇറ്റ് ഈസ് എ മെറ്റഫോറിക്കൽ സെൻസ്. ഒരു ഓൾഡ് പോണ്ടിന്റെ ഒരു ശാന്തത നശിപ്പിക്കുന്നത്, അത്രയും ശാന്തമായി കിടന്നിരുന്ന ഒരു ഓൾഡ് പോണ്ടിലേക്ക് തവളെടുത്ത് ചാടുമ്പോൾ ശബ്ദം ഉണ്ടാവണം, അപ്പോൾ ആ ഒരു ശാന്തത നഷ്ടപ്പെട്ടു. പിന്നെ ഈ ഒരു ഫ്രോഗ്സ് വെള്ളത്തേക്ക് ചാടുമ്പോൾ അത് കരയുന്നുണ്ട്. ഫ്രോഗ് അതൊരു സീസണാണ് മാർക്ക് ചെയ്യുന്നത് കേട്ടോ. ദ ഫ്രോഗ് ആൻഡ് ദ ക്രൈസ് ആൻഡ് കൺവെൻഷനലി ബീൻ മാർക്ക്ഡ് ഓഫ് എ സീസൺ. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ പോണ്ട് എന്ന് പറയുന്നത് സബ് കോൺഷ്യസ് മൈൻഡിന്റെ ഒരു മെറ്റഫർ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഓൾഡ് പോണ്ട് ഇസ് എൻ എക്സാമ്പിൾ ഓഫ് പേഴ്സോണിഫിക്കേഷൻ. ഇതിൽ ഓൾഡ് പോണ്ട് എന്താണ് പറയുക, പേഴ്സോണിഫിക്കേഷൻ. 2 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് വരിക കേട്ടോ. നോട്ട് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ബാക്സ് ഓൺ ഓൺ ഫോർ? അതായത് ഈ റൈറ്റർ എന്തിനാണ് കൂടുതൽ മാസ്റ്റേഴ്സ് ഒക്കെ എടുത്തിരിക്കുന്നത്, എന്തിനാണ് ഹൈക്കൂലാണ് കേട്ടോ. ആൻസർ ഹൈക്കു ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉള്ളത് ഓഡിറ്ററി ഇമേജ് ഏതൊക്കെയാണ്. ഒന്ന് ഫ്രോഗ് വെള്ളത്തിലേക്ക് ചാടണത്, അതൊരു ഓഡിറ്ററി ഇമേജ് ആണ്. പിന്നെ ഇതിൽ 3 സീൻസ് പറയുന്നുണ്ട്. അതായത് ഫ്രോഗിന്റെ ആ ഒരു പോയത്തിൽ 3 സീൻസ് പറയുന്നുണ്ട്. ഏതൊക്കെയാണ് ഇമേജസ്? ഒന്നാമത്തെ ഇമേജ് എന്ന് പറഞ്ഞത് ആ ഒരു പോണ്ട് സൈലന്റ് ആയിട്ട് ഇങ്ങനെ ട്രഡീഷണൽ ഇങ്ങനെ സൈലന്റ് ആയിട്ട് കിടക്കണത്. രണ്ടാമത്തെ ഇമേജ് എന്താണ്, ഫ്രോഗ് ചാടണത് വെള്ളത്തേക്ക്, പോണ്ടിക്ക്. പിന്നെ മൂന്നാമത് പറഞ്ഞ ഇമേജ് ഓഡിറ്ററി ഇമേജ് ആണ്. അതായത് ആ ഒരു ശബ്ദം ഉണ്ടാവണത്, ആ ഒരു ഫ്രോഗ് കരയണതൊക്കെ. പിന്നെ ഒരു സിംബോളിസം വരുന്നുണ്ട് ഫസ്റ്റ് ഹൈക്കൂല്, കുക്കുവിന്റെ സൗണ്ട്. ഇതിൽ കുക്കു സിംബലൈസസ് ദ റിവാർഡ് ആൻഡ് ചേഞ്ച്, അതായത് ചേഞ്ച് ഒക്കെ ഉണ്ടാവണത് തന്നെയാണ് ഒരു സിംബോളിസം വരുന്നുണ്ട് കേട്ടോ. പിന്നെ ടോക്കിയോ സിംബലൈസ് ചെയ്യുന്നുണ്ട് പ്ലേസ് ഓഫ് ഇമോഷണൽ സിഗ്നിഫിക്കൻസ്, അത് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ 2 സിംബോളിസം പഠിച്ചു. ഒന്ന് പറഞ്ഞ കുക്കുവിൻ്റെ സിംബോളിസം, പിന്നെ ടോക്കിയോയുടെ സിംബോളിസം. പിന്നെ ഇതിൻ്റെ തീം വരുന്നത് ലോങ്ങിങ് ആൻഡ് നൊസ്റ്റാൾജിയ ഫോർ ഫാമിലിയർ പ്ലേസ്. ഇതിൻ്റെ തീം പറഞ്ഞത് എന്താണ്, ലോങ്ങിങ് ആൻഡ് നൊസ്റ്റാൾജിയ ഫോർ ഫാമിലിയർ പ്ലേസ്. പിന്നെ ഇതിൽ ഇമേജിനറി വരുന്നുണ്ട്. അതായത് ഹിയറിംഗ് ദ കുക്കു ക്രിയേറ്റ്സ് ആൻഡ് ഓഡിറ്ററി ഇമേജ് ഓഫ് ബേർഡ്സ് കോൾ. അപ്പോൾ അതിൽ ഇമേജിനറി വരുന്നുണ്ട്, സിംബോളിസം വരുന്നുണ്ട്, ഓഡിറ്ററി ഇമേജ് വരുന്നുണ്ട്, പിന്നെ തീം നമ്മൾ പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇത്രയും ഈ ഒരു പോയത്തിന് ഡിസ്കസ് ചെയ്തു.
നമ്മൾ ഇനി ഇതിൽ നിന്ന് വരാവുന്ന പാരഗ്രാഫ് ക്വസ്റ്റ്യൻസും എസ്സേ ക്വസ്റ്റ്യനുമായിട്ട് വേറൊരു വീഡിയോയിൽ വരുന്നതായിരിക്കും. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. എസ്സേ ക്വസ്റ്റ്യനും പാരഗ്രാഫ് ക്വസ്റ്റ്യനും ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യേണ്ടതായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങൾ ആ ഒരു ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെക്കുക, എന്നാൽ മാത്രമേ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അവൈലബിൾ ആവുള്ളൂ. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.